ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും എന്താണ് ഈ ടിപ്സ് കേട്ട ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. അപ്പം ഞാനിന്ന് ടിപ്സ് ഇടാനായിട്ട് ഇത്തിരി നേരത്തെയാണ്, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇടുന്നത്. ഇന്നലെ ഇടാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ടിപ്സാണ്. പല്ലിൽ കറകളൊക്കെ പറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു 2-3 കുഞ്ഞു ടിപ്സുകളാണ് പറയാൻ വന്നത്. പല്ലിൽ കറ പിടിക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്താലാണ് ആ കറ മാറ്റാൻ കഴിയുമെന്ന് പറയാം. അതായത് നമുക്ക് പല്ലിൽ പുളിപ്പുള്ള ആൾക്കാർ ഈ ഒരു ടിപ്സ്, ഞാൻ പറയുന്ന ടിപ്സിൽ ചിലത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ആ നാരങ്ങ നീര് ചേർത്തുള്ള ടിപ്സ് ഈ പല്ലിൽ പുളിപ്പുള്ള ആൾക്കാർ ചെയ്യണ്ട. നാരങ്ങ നീര് ചേർക്കാത്ത ടിപ്സുകൾ 2-3 പറയാം, അത് നിങ്ങൾ ചെയ്യുക. അതായത് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് നമ്മൾ പല്ല് തേക്കുന്നത് പല്ലിന് നല്ല വെണ്മയും അതുപോലെ തന്നെ കളർ ഒക്കെ ലഭിക്കാനായിട്ട് നല്ലതാണ്. പല്ലിന് നല്ല ഒരു എന്ത് കിട്ടും, നല്ലൊരു പ്രസരിപ്പ് പോലെ, നല്ല പൂ പോലത്തെ പല്ലെന്ന് പറയില്ല, അതുപോലെ കിട്ടും. പക്ഷെ അതേസമയം ചില ആൾക്കാർക്കത് പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആര്യവേപ്പിൻ്റെ തണ്ട് ഉപയോഗിച്ച ശേഷം ബ്രഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂട്ടുകാരത് ഓർത്ത് വയ്ക്കുക. ആര്യവേപ്പിൻ്റെ തണ്ട് യാതൊരു ദൂഷ്യഫലങ്ങളും ഉള്ളതല്ല. നമുക്ക് പല കാര്യത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കത് പല്ലിൻ്റെ കാര്യത്തിന് നമുക്ക് 100 മടങ്ങ് വിശ്വസിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വേറെ കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞു തരാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ പല്ലിൽ കറ വരാറുണ്ട്. വെറ്റിലയും പുകയിലയൊക്കെ മുറുക്കുന്ന ആൾക്കാർക്ക് വരാറുണ്ട്. സിഗരറ്റ് ബീഡിയെല്ലാം വലിക്കുന്ന ആൾക്കാർക്ക് പല്ലിൽ കറ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അണുബാധയും കൂടി വരാറുണ്ട്. അപ്പോൾ അണുബാധ തടയുന്നതിന് വേണ്ടി നമുക്ക് ചുക്കുപൊടിയുടെ കൂടെ ഒരു നുള്ളോളം കർപ്പൂരം കൂടെ ചേർത്ത ശേഷം പല്ല് തേക്കുന്നത് പല്ലിന് അണുബാധ വരാതെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ്. കൂട്ടുകാർ അതൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉണക്ക നെല്ലിക്ക, പല്ല് പുളിപ്പുള്ള ആൾക്കാർക്ക് ഉണക്ക നെല്ലിക്ക എടുത്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യണം, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒരുമിച്ച് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ പഴുത്ത മാവിൻ്റെ ഇല നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇല മുക്കിയ ശേഷം പല്ല് തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ല വെണ്മയുള്ള പല്ലുകളും വായ്നാറ്റം ഇല്ലാത്ത പല്ലുകളും ലഭിക്കുന്നത്. കൂട്ടുകാർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പല്ലിന് നല്ല വേദനയാണ്, ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം. എരിക്കെന്ന് പറയുന്ന സംഭവം, എരിക്കിൻ്റെ പാല്, അത് നമ്മുടെ ആ പോടുള്ള ഭാഗത്ത് ഒഴിക്കുക, ശക്കല ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക, അതിനുശേഷം വായ അടച്ച് പിടിക്കുക. അത് വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. പക്ഷേ ഈ ചെയ്യുന്ന ടിപ്സുകളൊന്നും നമ്മൾ ഉള്ളിലേക്ക് ഇറക്കിയാലും പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല, എന്നാലും ഇറക്കാതിരിക്കുക. പല്ലിൽ തന്നെ ചെയ്ത ശേഷം നിങ്ങൾ കളയുക. അപ്പോൾ ഈ 2-3 ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ചതച്ചെടുത്ത ഗ്രാമ്പൂവും ഇഞ്ചി നീരും തേനും പുരട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേദനയുള്ള ഭാഗത്ത് നമുക്ക് വയ്ക്കാൻ കഴിയും. പക്ഷെ നമ്മളിവിടെ പറയാൻ വന്നത് അതൊന്നുമല്ല. നമുക്കുള്ള കറുവൽ, പല്ലിനകത്തുള്ള കറുവലിനുള്ള കറകൾ പോകാനുള്ളതാണ് പറഞ്ഞത്. അത് ഞാൻ മുന്നേ പറഞ്ഞു. കറകൾ പോകാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഒട്ടും പല്ല് പുളിപ്പുള്ള ആൾക്കാർ ഉണക്ക നെല്ലിക്ക ചേർത്തുള്ള ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്തു നോക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാവുന്നതാണ്. കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ബൈ.